നമ്മൾ നോക്കാൻ പോകുന്നത് SSLC 2024 പബ്ലിക്കിന് ചോദിച്ച സർക്കിൾസ് എന്ന പാഠത്തിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം നോക്കൂ. ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് AXB ഈസ് 110 ഡിഗ്രി ആൻഡ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് CYD ഈസ് 18 ഡിഗ്രി. ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ APD. അതായത് ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും AXB എന്ന് പറയുന്ന ആർക്ക്, അതിൻ്റെ സെൻട്രൽ ആംഗിൾ, അതായത് ഈ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 110 ഡിഗ്രിയാണ്. അതേപോലെ ആർക്ക് DYC ചോദ്യം തന്നിരിക്കുന്ന പോലെ ആർക്ക് CYD അല്ലെങ്കിൽ DYC സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 18 ഡിഗ്രിയാണ് ചോദ്യം തന്നിട്ടുണ്ട്. ഇനി ചോദിച്ച ചോദ്യം എന്താണ്? ഈ ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ, ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കാണാം. ഏതാണ്? DPA അല്ലെങ്കിൽ APD അല്ലെങ്കിൽ DPA എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. ഇതിൻ്റെ എല്ലാ ആംഗിൾസ് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. ഇനി ഇതിന് വേണ്ട കൺസെപ്റ്റ് നമ്മൾ സർക്കിൾസ് എന്ന പാഠത്തിൽ പഠിക്കുന്നുണ്ട്. എന്താണ്? അതായത് നമുക്കറിയാം, നമ്മളൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിന് എന്തുണ്ട്? ഒരു സെൻറ്റർ ഉണ്ട്. ഇനി ഈ സർക്കിളിലെ ഏതെങ്കിലും 2 പോയിൻ്റ് എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് AB എന്ന് പറയുന്ന 2 പോയിൻ്റ് എടുത്തു. ഇതിൻ്റെ ഇടയിലുള്ള നോക്കൂ, AB എന്ന് പറയുന്ന ഈ 2 പോയിൻറ്റിൻ്റെ ഇടയിലുള്ള ഈ ഭാഗം, ഓക്കെ, ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗം, ഇതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ആർക്ക് അഥവാ ചാപം എന്ന് വിളിക്കുന്നത്. ഓക്കെയാണ്. ഇനി ബാക്കിയുള്ള ഭാഗം കണ്ടോ, അതായത് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം, ഈ ഒരു ഭാഗത്തിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? മറുചാപം അഥവാ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെയാണ്. ഇനി നോക്കൂ, ഇനി നമുക്കെന്താ വേണ്ടത്? ഈ ആർക്കിൻ്റെ 2 പോയിൻ്റ് ഉണ്ടല്ലേടാ, എയും ബിയും, ഇത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടാവും. ഓക്കെ, എയും ബി എന്ന് പറയുന്ന ആർക്കാണ്. ആർക്കിൻ്റെ 2 അറ്റത്ത് നിന്ന് A to B ഉള്ള ഈ ഭാഗത്തിന് ആർക്ക് വിളിക്കുക. ആ ആർക്കിൻ്റെ 2 അറ്റത്ത് എയും ബി എന്ന പോയിന്റിൽ നിന്ന് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? സെൻട്രൽ ആംഗിൾ. മലയാളത്തിലാണെങ്കിൽ കേന്ദ്രകോണം എന്ന് വിളിക്കും. ഇതാ ഇവിടെ കേന്ദ്രകോണം എന്ന് വിളിക്കാം. ഓക്കെ, കേന്ദ്രകോണം എന്ന് വിളിക്കും, സെൻട്രൽ ആംഗിൾ. ഇതിപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എനിക്ക് തന്നിട്ടുണ്ട്, ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആർക്കിൻ്റെ 2 അറ്റത്ത് നിന്ന് സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ ഈ അതേ ആർക്കിൻ്റെ 2 അറ്റത്ത് നിന്ന് A ആൻഡ് B അല്ലേ, ഈ എൻ്റെ അറ്റത്തു നിന്നും ബീൻ്റെ അറ്റത്തു നിന്നും ആൾട്ടർനേറ്റ്, ഞാൻ പറഞ്ഞ ആൾട്ടർനേറ്റ് ആർക്കാണ്, ഇതല്ല മറുചാപമാണ്. മറുചാപത്തിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ 100 ഡിഗ്രീൻ്റെ പകുതിയായിരിക്കും. അതായത് ഇത് 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതായത് അതെവിടെ ഉണ്ടാക്കിയാലും, ഇപ്പോൾ ഇതാ A എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്ന് B എന്ന് പറയുന്ന മറ്റൊരു പോയിൻ്റ് അല്ലേ, ആർക്ക്, ഈ ആർക്കിൻ്റെ 2 അറ്റത്ത് നിന്ന് ആൾട്ടർനേറ്റ് ആർക്കിൽ എവിടെ ഉണ്ടാക്കിയാലും, ഓക്കെ, ഇവിടെ ഉണ്ടാക്കിയാൽ എത്ര ഡിഗ്രി ആയിരിക്കും? അത് 50 ഡിഗ്രി ആയിരിക്കും. ഇത് 50 ഡിഗ്രിയാണ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റാണ് നമുക്ക് ഈ ചോദ്യത്തിന് വേണ്ടി വേണ്ടത്. ഇനി നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം നോക്കാം. AXB എന്ന് പറയുന്നൊരു ആർക്കുണ്ട്. ആർക്കിൻ്റെ 2 അറ്റത്തുള്ള പോയിൻ്റാണ് എയും ബിയും. ഇത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 110 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് ബാക്കിയുള്ള ഭാഗത്തിന് നമുക്ക് എന്ത് വിളിക്കാം? ആൾട്ടർനേറ്റ് ആർക്ക് അല്ലെങ്കിൽ മറുചാപം എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചു, ആൾട്ടർനേറ്റ് ആർക്കിൽ ഈ 2 പോയിൻ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 110 ഡിഗ്രീൻ്റെ പകുതിയായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ആംഗിൾ കാണുന്നുണ്ടോ? നോക്കൂ, ഉണ്ട്. അതായത് എയിൽ തുടങ്ങി എവിടെ അവസാനിക്കണം? ബിയിൽ അവസാനിക്കണം. പക്ഷേ എവിടെ വരണം? മറുചാപത്തിൽ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്കിൽ വരണം. അങ്ങനെയുള്ള ഒരു പോയിന്റിൽ ഈ D എന്ന് പറയുന്ന പോയിൻ്റ് ആണെന്നില്ല, അത് നോക്കൂ, എയിൽ തുടങ്ങി എവിടെയാണ് തിരിച്ചെത്തുന്നത്? ബിയിലെത്തുന്നുണ്ട്. ഈ ആംഗിൾ എവിടെയാണ് കിടക്കുന്നത്? ആൾട്ടർനേറ്റ് ആർക്കിലുമാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. അതായത് ഇത് എത്ര ഡിഗ്രിയാടാ? 55 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടി ആംഗിൾ ADB എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ആർക്ക് ശ്രദ്ധിക്കുക. DYC എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ ആർക്കാണ്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 80 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ 80 ആണ്.
അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഏതെങ്കിലും ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും ട്രയാങ്കിളിൻ്റെ പറ്റും. കാരണം ഡിയിൽ തുടങ്ങുക, എവിടെ തിരിച്ചെത്തണം? സിയിൽ തിരിച്ചെത്തണം. പക്ഷേങ്കിൽ ആംഗിൾ എവിടെ ഉണ്ടാക്കണം? ആൾട്ടർനേറ്റ് ആർക്കിലായിരിക്കാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ ഇവിടെ നോക്കൂ, ഇതാണ് നമ്മളിപ്പോൾ എടുക്കുന്ന ആർക്കെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തിന് എന്ത് വിളിക്കാം? ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് വിളിക്കാമല്ലോ. ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ആർക്കാക്കി എടുത്താൽ ബാക്കിയുള്ള ഭാഗത്തിന് എന്താക്കി എടുക്കാം? ആൾട്ടർനേറ്റ് ആർക്കാക്കി എടുക്കാം. ഇത് ചോദ്യത്തിൽ തന്നതുപോലെ ഇത് 80 ഡിഗ്രിയാണ്. അങ്ങനെയാണ് ഡി തുടങ്ങുക, സിയിൽ അവസാനിക്കണം. ആൾട്ടർനേറ്റ് ആർക്കിലാണ് വരേണ്ടത്, അല്ലെങ്കിൽ മറുജാപത്തിൽ വരും വേണം. അങ്ങനെയാണെങ്കിൽ ഡിയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്നുണ്ട്, മറുജാപത്തിലാണ് വരുന്നതും. അങ്ങനെയാണെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ 80 ഡിഗ്രീൻ്റെ പകുതി ആയിരിക്കും, അതായത് 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇത് എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി. കാരണം എന്താ? 80ൻ്റെ പകുതി. ആൾട്ടർനേറ്റ് ആർക്കല്ലേ മറുജാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, നേരത്തെ ഓൾറെഡി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇത് 55 ഡിഗ്രിയാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ എത്ര ആംഗിൾസ് കിട്ടി? 2 ആംഗിൾസ് കിട്ടി. മൂന്നാമത്തെ ഒരു ആംഗിളും കൂടി കിട്ടാനുണ്ട്. അതെങ്ങനെ കിട്ടും? നമുക്കറിയാം, നമ്മളൊരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ നമുക്കറിയാം, ഇപ്പോൾ 55 കിട്ടി ഒരാംഗിൾ എത്ര കിട്ടി? 40 ഡിഗ്രിയാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. അകക്കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അതായത് നമുക്കറിയാം, ഈ 55ഉം 40ഉം കൂടി കൂട്ടി എത്ര കിട്ടി? 95 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയും കൂടി വേണം ഇവിടെ? ഇത് 180 ഡിഗ്രി ആവാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, 180 മൈനസ് എന്ത് ചെയ്താൽ മതി? 95 ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? 85 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കിട്ടി 85 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം? ട്രയാങ്കിൾസിൻ്റെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഡി പി ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 55 ഡിഗ്രി. ആംഗിൾ ഏതാണ്? ഡി പി എ ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 85 ഡിഗ്രി. ആൻഡ് ആംഗിൾ ഡി എ പി ഈക്വൽ ടു എത്ര ഡിഗ്രി? 40 ഡിഗ്രി. ഇതിങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.